മോശം വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്താ? പൊറോട്ടയും ബീഫും ഇഷ്ടമാണോ? ഇന്ന് രാത്രി നല്ല കിടലും പൊറോട്ട കിട്ടുന്ന ഒരു സ്ഥലത്ത് ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട്. പോരുന്നോ എൻ്റെ കൂടെ? അറിയാതെ നീ എൻ്റെ ജീവന്റെ നിഴലായി മാറി, പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നു തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഒരു 4K HD CC നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അവിടുന്ന് കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഒരു കളർ നിങ്ങൾ വെള്ളയാക്കി കൊടുക്കും. ആക്കി കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യും. അതിനകത്ത് നിങ്ങൾ കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യും. കോൺട്രാസ്റ്റിനകത്ത് ഓവർലേ സെലക്ട് ചെയ്യും. ശേഷം അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ ഇതേപോലെ കുറച്ച് 60 ആക്കി കൊടുക്കും. അതിൻ്റെ ഒരു വാല്യൂ കുറച്ച് 60 ആക്കി കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യുക. അതും ഇതേപോലെ റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അവിടുന്ന് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സെർച്ച് ആക്കി സെലക്ട് ചെയ്തുകൊണ്ട് CO എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വരും. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സെർച്ച് ആക്കി സെലക്ട് ചെയ്തുകൊണ്ട് EX എന്ന് സെർച്ച് ചെയ്യും. അപ്പം നിങ്ങളുടെ എക്സ്പോഷർ ഓർ ഗാമ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യും. ശേഷം അവിടുന്ന് ഒരു എക്സ്പോഷർ ഓർ ഗാമ എന്നുള്ള സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എക്സ്പോഷർ വാല്യൂ നിങ്ങൾ ഇതേപോലെ തന്നെ കുറച്ച് -1 ആയി കൊടുക്കുക. ഇതേപോലെ കുറച്ച് -1 ആയി കൊടുക്കുക. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ചേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് GA എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം അവിടുന്ന് ഒരു ഗോഷൻ ബ്ലർ എന്നുള്ള സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സ്ട്രെങ്ത് 0.405 ആയി കൊടുക്കും. ഇതേപോലെ തന്നെ കൂട്ടി 0.405 ആയി കൊടുക്കും. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് CH എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ റാമ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം അവിടെ നിന്ന് ഒരു ചാനൽ റാമ്പ് എന്നുള്ള സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ 6 സെലക്ട് ചെയ്യും. ശേഷം രണ്ടാമത് G സെലക്ട് ചെയ്യും. മൂന്നാമത് ഇതേപോലെ 0 സെലക്ട് ചെയ്യും. നാലാമത് വീണ്ടും B സെലക്ട് ചെയ്യും. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങളവിടുന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഡിഫറൻസ് സെലക്ട് ചെയ്യും. ഡിഫറൻസിനകത്ത് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു കളർ വെള്ളയായി കൊടുക്കും. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യും. ശേഷം അതിനകത്ത് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യും. അതിനകത്ത് ഓവർലേ സെലക്ട് ചെയ്യും. ശേഷം അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ ഇതേപോലെ തന്നെ കുറച്ച് 80 ആയി കൊടുക്കുക. 80 ആയി കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഈ രീതിയിൽ ആ ഒരു എഫക്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങളുടെ വീഡിയോ എവിടം വരെ ഉണ്ട് അവിടം വരെ നമുക്ക് ഇത് ആക്കി കൊടുക്കണം. അതിന് ആദ്യത്തെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഉള്ളത് അവസാനം വരെ ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.